ഒരു ദിവസം രാത്രി 2 ടീമുകളും തമ്മിൽ അടിപിടി ഉണ്ടാവുന്നുണ്ട്. ആ വഴക്ക് വളരെയധികം കൂടുന്നുണ്ട്. അങ്ങനെ ഒരാളുടെ കയ്യിൽ ഗണ്ണുണ്ടായിരുന്നു. അയാൾ ആ ഗണ്ണ് പുറത്തെടുക്കുകയാണ്. അപ്പോൾ നമ്മളെ ഡ്രാമയുടെ ഹീറോ ആണെങ്കിൽ ആ ഗണ്ണിനെ കയറി പിടിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ അവിടെ ഒരു പിടിവലി ഉണ്ടാവുന്നുണ്ട്. പെട്ടെന്ന് ഒരാളുടെ കയ്യിലിരുന്ന് ആ ഗണ്ണ് പൊട്ടുകയാണ്. ആ ബുള്ളറ്റ് നമ്മളുടെ ഹീറോയുടെ ദേഹത്ത് കൊള്ളുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൻ പാനിക്കായിട്ട് അവിടെയുള്ളവരെല്ലാവരും ഓടിപ്പോകുന്നുണ്ട്. അവൻ്റെ ഫ്രണ്ട്സൊക്കെ അവൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോഴവൻ ശ്വാസം കിട്ടാതെ സ്റ്റക്കായി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടെ പേടിച്ചിട്ട് പെട്ടെന്ന് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നുണ്ട്. ഈ ഒരു ഇൻസിഡൻറ്റ് നടന്ന വിവരം അറിഞ്ഞിട്ട് ഇവൻ്റെ ബോയ് ഫ്രണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് അവൻ്റെ ഫ്രണ്ട്സ് എല്ലാം അവിടെ വിഷമിച്ച് നിൽക്കുന്നതാണ് കാണുന്നത്. ഇത് കാണുമ്പോൾ അവൻ കൂടുതൽ പാനിക് ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ അകത്ത് പേടിച്ചാണ് കയറി പോകുന്ന സമയത്തും അവൻ്റെ ബോയ് ഫ്രണ്ട് ഒട്ടും വയ്യാത്ത രീതിയിലാണ് കിടക്കുന്നത്. അവൻ്റെ അടുത്ത് വെള്ളം വേണം എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ എന്താണെന്ന് മനസ്സിലാവാതെ അവൻ്റെ അടുത്ത് ചെവി കൊണ്ട് ചെല്ലുമ്പോൾ അവൻ്റെ കവിളിൽ ഇവൻ ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട്. ആ സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് ആ ഒരു ഇൻസിഡൻറ്റ് സീരിയസ് അല്ലായിരുന്നു. അവന് ഗൺ ഷോട്ട് കൊണ്ടായിരുന്നു. പക്ഷേ അത് അവൻ്റെ വയറിൽ ഒരു സൈഡിലായിട്ടാണ് കൊണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു ബാൻഡേജിൻ്റെ ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ നല്ല രീതിയിൽ റിക്കവർ ആയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ആയി പോകാമെന്ന് തന്നെ ഡോക്ടറും പറഞ്ഞിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ബുള്ളറ്റ് അവൻ്റെ ദേഹത്ത് കയറിയിട്ടില്ലായിരുന്നു. ജസ്റ്റ് സൈഡിൽ കൂടെ പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ചെറിയൊരു മുറിവ് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അവന് ഉമ്മ കൊടുത്തപ്പോഴാണ് ഇവന് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നത്. അങ്ങനെ കാര്യങ്ങളൊക്കെ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അവൻ നല്ല രീതിയിൽ ആശ്വാസമാവുന്നുണ്ട്. അങ്ങനെ വലിയൊരു ദുരന്തമാണ് ഒഴിവായിപ്പോയത്. അടുത്തൊരു ലോങ് വീഡിയോ റിവ്യൂ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.